ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് OnePlus 10 Proയുടെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള റിവ്യൂ അല്ല നമ്മൾ നോക്കുന്നത്, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അതായത് ഇതിൻ്റെ ഡിസൈൻ വൈസ് ആൻഡ് ഫസ്റ്റ് ലുക്കാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ OnePlusന് ഒരുപാടധികം വിമർശനം ഏറ്റതിന് ശേഷം OnePlus പുറത്തിറക്കിയ ഫോണാണ്. അതായത് മെയിനായിട്ടും ഇതിൻ്റെ ക്യാമറ ഡിസൈനാണ് ഒരുപാടധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതായിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈവൻ OnePlus ഫാനുകൾക്ക് കൂടുതലും ഇത് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അധികം, അതായത് ഇപ്പോൾ ഒരു 100% എടുക്കുകയാണെങ്കിൽ ഒരു 57% ആളുകൾക്കും ഈ ഒരു ഡിസൈനിലോട് ഭയങ്കര വെറുപ്പായിരുന്നു. ബട്ട് OnePlus അതെല്ലാം മറികടന്ന് ഇത് പുറത്തിറക്കിയിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് നോക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ OnePlus, അതായത് കഴിഞ്ഞ OnePlus 9 സീരീസിലുണ്ടായിരുന്ന അതേ ബോക്സിംഗ് പാക്കേജ് തന്നെയാണ്. കോ ഡെവലപ്ഡ് വിത്ത് ഹാസൽബ്ലാഡ്, അതായത് ഹാസൽബ്ലാഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്യാമറ വെച്ചിട്ടുള്ള ഫോൺ തന്നെയാണ്. OnePlus 9 Proയിലെ ക്യാമറ നല്ല കിഡ്ലൻ ക്യാമറ ആയിരുന്നു. ബട്ട് കുറച്ച് അപ്ഡേറ്റിന് ശേഷം അതിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അവർ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. സോ സെയിം സ്റ്റൈൽ തന്നെയാണ്, സ്റ്റൈലിലൊന്നും ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. കറക്റ്റായിട്ട്, അതായത് OnePlus 9 ബോക്സിലുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ്. അതായത് ബോക്സിൻ്റെ പാക്കേജ് പൊട്ടിക്കുന്ന സ്റ്റൈല്. സോ ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. സോ കഴിഞ്ഞ ബോക്സിൽ കണ്ട പോലെ തന്നെയാണ്. ആ ഒരു 9ൻ്റെ സ്ഥാനത്ത് 10 എന്ന് എഴുതിയിട്ടുണ്ട്, OnePlus 10 Pro എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഡിസൈനിലൊന്നും ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. സോ നേരെ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഫ്രണ്ടിലായിട്ട് തന്നെ OnePlusൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. സോ ഇത് അതിൻ്റെ ടോപ്പ് ഷെല്ലാണ്, നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഡിവൈസ് നോക്കാം. സോ അതിന് മുമ്പായിട്ട് ആദ്യം OnePlus അവരുടെ ടോപ്പ് ഷെല്ലിൽ ഒരുപാടധികം കാർഡ്സും കാര്യങ്ങളൊക്കെ തരും. സോ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ OnePlusൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ OnePlus ബോക്സസിലും കിട്ടുന്ന പോലെ തന്നെ അവരുടെ കുറച്ച് എക്സ്ക്ലൂസീവ് സ്മാർട്ട് ഫോൺ സ്റ്റിക്കേഴ്സാണ്. ഇതിൻ്റെ ഹൈപ്പർ ബൂസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണിത്. സോ ഇതിൻ്റെ അകത്ത് 2 ലോഗോയും പിന്നെ OnePlus എന്ന് എഴുതിയിട്ടുള്ളൊരു ലോഗോയും അതോടൊപ്പം ഹൈപ്പർ ബൂസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സ്ക്രീൻ ഗാർഡ് പോലത്തെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. ഇത് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. ഇത് ചൈനീസ് പാക്കേജിങ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ് ആ ഒരു ഗ്ലാസ് പോലത്തെ സംഭവം. പിന്നെ അവരുടെ ആ ഒരു നെവർ സെറ്റിൽ എന്ന് എഴുതിയിട്ടുള്ളത്, അതായത് ഫൈനലി സെറ്റിൽഡ് ആണ്, ബട്ട് ഇപ്പോഴും സ്റ്റിൽ അവർ നെവർ സെറ്റിൽഡാണ് പറയുന്നത്. സോ അതിനുശേഷം നമ്മുടെ വാറണ്ടി കാർഡ്, നമ്മുടെ യൂസർ മാനുവൽ. ഓക്കെ, സോ ടോട്ടലി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ ഒരു ടോപ്പ് ഷെല്ലിൻ്റെ അകത്ത് കിട്ടുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്ക്രീൻ ഗാർഡ് പോലത്തെ ആ ഒരു സംഭവം നമുക്ക് ചൈനീസ് പാക്കേജിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മുടെ ഇന്ത്യൻ വേരിയൻറ്റിലോട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയൻറ്റിലേക്ക് ഇത് ലഭിക്കുന്നതല്ല. സോ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് മാറ്റി വയ്ക്കാം. ബോക്സിൻ്റെ അകത്ത് ബാക്കി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഷെല്ലൊന്ന് എടുത്ത് മാറ്റാം. സോ അത് മാറ്റുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കേസ് കാണാനായിട്ട് പറ്റും. ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്ന കേസ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലെല്ലാം കണ്ട അതേ സെയിം കേസ് തന്നെയാണ്. അതായത് ഒരു ഗ്രീനും അതോടൊപ്പം ഒരു ഗ്രേയും കളർ ഫിനിഷുള്ള ഒരു കേസാണ് കൊടുത്തിട്ടുള്ളത്. ടിപ്പിക്കൽ റിയൽമി ബോക്സിംഗ് പാക്കേജിൽ കൊണ്ടുവന്നിരുന്ന അതേ സെയിം കേസിൻ്റെ ക്വാളിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു കേബിള്, അതോടൊപ്പം നമ്മുടെ 80 വാട്ട്സിൻ്റെ ചാർജർ. ഇപ്പോൾ 65 വാട്ട്സിൽ നിന്ന് അവർ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് 80 വാട്ട്സിലോട്ട് അവരുടെ ചാർജറുകൾ മാറ്റിയിട്ടുണ്ട്. സോ അതും വളരെ നല്ല കാര്യം തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിൽ ലഭിക്കുന്നത്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് കടക്കാം. സോ ബോക്സ് കണ്ടൻസ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ചിലപ്പോൾ ഈ ഒരു ചാർജറിനൊക്കെ വ്യത്യാസം വരാം, ഇന്ത്യൻ വേരിയൻറ്റിലേക്ക് വ്യത്യാസം വരാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഗ്ലോബൽ വേരിയൻറ്റിലേക്കും ചിലപ്പോൾ ബോക്സിൻ്റെ അകത്തുള്ള ഒരു ചാർജറിൻ്റെ വാട്ട്സ് മാറാം, അല്ലെങ്കിൽ ഒരു കേസ് മാറാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസ്പെറൻസി സ്ക്രീൻ ഗാർഡ് പോലത്തെ സംഭവം മാറാം, സ്റ്റിക്കേഴ്സ് മാറാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് ഏകദേശം 2-3 മാസത്തെ ഇടവേള കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മേ ബി ഇന്ത്യയിലേക്ക് വരിക. കാരണം OnePlus 9 അവസ്ഥ എങ്ങനെയായിരുന്നു, ഏകദേശം 2-3 മാസം എടുത്ത് ഇന്ത്യയിലേക്ക് വരാൻ. സോ ഫൈനലി ഇതാണ് നമ്മുടെ OnePlusൻ്റെ 10 Pro എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലോഞ്ച് ചെയ്ത OnePlus 9 Proയിൽ കിട്ടിയ പോലെ തന്നെ ഒരു വൈൻവുഡ് കളർ, അതായത് വൈൻവുഡ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു കളറിൻ്റെ പേര് അവർ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ കളറിൻ്റെ പേരെന്താണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ആദ്യം തന്നെ പറയാമല്ലോ, ഡിസൈൻ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ആദ്യം ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ആ ഒരു റെൻഡേഴ്സ് കാണുന്നതിന് മുമ്പ് തന്നെ സ്മാർട്ട് ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒന്ന് മെയിനായിട്ടൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഈ ഒരു ഫോണിന് ഒരുപാടധികം വെറുത്ത ഒരാൾ ഞാനാണ്. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിയാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ക്യാമറ ഉള്ള ഫോണാണ്. പിന്നെ ആ ഒരു PDT എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഷ് ലൈറ്റ്, ആ ഒരു സംഭവത്തിൻ്റെ അവിടെ ക്യാമറ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായേനെ. അത് മാത്രമാണ് എനിക്ക് ഒരു ഫോണിൽ തോന്നിയത്. ആൻഡ് ഇതിൻ്റെ കേസിൻ്റെ കാര്യം പറയാനായിട്ട് റിയൽമിയിൽ കിട്ടിയ അതേ കേസ് തന്നെയാണ്. അത് ടിപ്പിക്കൽ റിയൽമി സ്മാർട്ട് ഫോൺസ് കിട്ട സെയിം കേസ് തന്നെയാണ്.
അപ്പോൾ കേസും സ്മാർട്ട് ഫോണും ആയിട്ട് നല്ല രീതിയിൽ തന്നെ കോമ്പാക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതോടൊപ്പം നെവർ സെറ്റിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും എന്തിനാണ് നെവർ സെറ്റിൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല, കാരണം ഇത് ഫൈനലി സെറ്റിൽ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.